ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, പാർലമെന്റിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 3 പേർ പിടിയിലായി എന്നുള്ള വാർത്തയാണ്. വ്യാജ ID കാർഡും ആധാർ കാർഡും ഉപയോഗിച്ചുകൊണ്ടാണ് അതീവ സുരക്ഷാ മേഖലയായ പാർലമെന്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത്. ഉത്തർപ്രദേശ് സ്വദേശികളായ ഖാസിം, മോനിസ്, സോയബ് തുടങ്ങിയ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പക്കൽ നിന്ന് വ്യാജ ID കാർഡും ആധാർ കാർഡും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഈ പാർലമെന്റിലേക്ക് കയറാനുള്ള ക്യൂ നിൽക്കുമ്പോഴാണ് പോലീസിന് സംശയം തോന്നിയത്. തുടർന്ന് ഇവരെ പിടികൂടുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു. തുടർന്ന് ഇവരുടെ പക്കലുള്ളത് വ്യാജ കാർഡാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. ഇവർ ഉത്തർപ്രദേശ് സ്വദേശികളാണ്. ഇവർ ദില്ലിയിലെ ഒരു കമ്പനിയുടെ കരാർ തൊഴിലാളികളാണ്. ഇവർ നേരത്തെ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ കെട്ടിട നിർമ്മാണ സമയത്ത് MP-മാരുടെ ഓഫീസുകൾ നവീകരിക്കുന്ന ജോലിയിലെ കരാർ തൊഴിലാളികളായിരുന്നു. ഏതായാലും ഇവർ എന്തിന് ഇവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറിൽ അറിയാൻ കഴിയുമായിരിക്കും. ഏതായാലും വ്യാജ കാർഡും ആധാർ കാർഡും ഒക്കെ ഉപയോഗിച്ചാണ് ഇതിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പാർലമെന്റിനകത്ത് ചിലർ നുഴഞ്ഞു കയറുകയും ഒപ്പം തന്നെ ഈ സ്പ്രേകൾ ഉപയോഗിച്ചുകൊണ്ട് ചില അങ്കലാപ്പുകൾ സൃഷ്ടിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഏതായാലും 3 പേരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഖാസിം, മോനിസ്, സോയബ് എന്ന് പറയുന്ന 3 ഉത്തർപ്രദേശിൽ നിന്നുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.